ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജോയ് ഓഫ് ലൈറ. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എന്തിനാണ് ഇവൾ ഈ ഒരു മേശയൊക്കെ കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ടേബിൾ മേക്ക് ഓവറിന്റെയും ഡെസ്ക് മേക്ക് ഓവറിന്റെ ഒക്കെ ഒരു കാലഘട്ടം ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ക്രാഫ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ, ക്രാഫ്റ്റ് ഒക്കെ എനിക്കിപ്പോ വലിയ താല്പര്യമാണ്, അപ്പൊ ക്രാഫ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ മേശയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഐറ്റംസ് നമ്മുടെ മീഷോയിൽ നിന്ന് വാങ്ങി. അപ്പൊ ഇതൊരു ഹോൾ വീഡിയോ ആണ്, അപ്പൊ എല്ലാവരും അവസാനം വരെ കാണുക. ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഡീറ്റെയിൽസും ഈ വാങ്ങിച്ച പ്രോഡക്ട്സിന്റെ ഒക്കെ ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂവും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കാണാനും മറക്കണ്ട കേട്ടോ. ശരിക്കും ഞാൻ വാങ്ങിച്ച പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. നോക്കിയൊക്കെ തന്നെയാണ് വാങ്ങിച്ചത്. നല്ല റേറ്റിംഗും റിവ്യൂവും ഒക്കെ നോക്കിയാണ് വാങ്ങിയത്. പക്ഷെ ഇതിന്റെ അകത്തും കുറച്ച് പാളിച്ചകളൊക്കെ എനിക്ക് പറ്റി. അപ്പൊ അത് മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ലതാണോ മോശമാണോ എന്നൊക്കെ കണ്ട് പരിചയപ്പെട്ട് മനസ്സിലാക്കി വാങ്ങാവുന്നതാണ്. അപ്പൊ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നമുക്ക് ഒന്നിച്ച് ക്രാഫ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറാം. ഫസ്റ്റ് ഞാൻ ഈ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പേഴ്സ് ആണ്. 6 പേപ്പേഴ്സ് അടങ്ങുന്ന കോംബോ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്കിത് അൺബോക്സ് ചെയ്ത് ഞാൻ അതിന്റെ മെറ്റീരിയൽ കൈകൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ 6 ഷെയ്ഡ്സിലുള്ള പേപ്പേഴ്സ് ആണ്. ഇതിന്റെ കൂടെ 6 നെയിം സ്ലിപ്പും ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബുക്സ് ഒക്കെ ബൈൻഡ് ചെയ്തെടുക്കാം. അത്യാവശ്യം നെയിം സ്ലിപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഒന്നും മേടിക്കാനൊന്നും പോകണ്ട. പക്ഷെ ഞാനിത് മറ്റൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വരുന്ന വീഡിയോയിൽ ആ ക്രാഫ്റ്റും കൂടെ ഉൾപ്പെടുത്താന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന് എനിക്ക് ആയത് 115 രൂപയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരുടെ പറയാനുള്ളത്, ഇത് 2 രൂപ എങ്ങാണ്ട് കൂടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ്. ഇത് ഒരു കാർട്ടൂൺ ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റേഷനറി സെറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് സിസർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാപ്ലേഴ്സ് ഉണ്ട്, വാഷി ടേപ്പ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ്. ഇതിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതുപോലെ തന്നെ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമൊന്നും അല്ലായിരുന്നു കേട്ടോ. കാർട്ടൂൺ പോലെ തന്നെ നമുക്കിത് റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ വളരെ പാടുപെടേണ്ടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ വിരൽ പോലും നേരെ കയറുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഈ വാഷി ടേപ്പ് ഒക്കെ വളരെ വേസ്റ്റ് ആയിട്ട് തോന്നി. ഈ സ്റ്റാപ്ലേഴ്സ് ആണെങ്കിൽ ഭയങ്കര ചെറുതാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിന്റെ അത്ര വലിപ്പം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പ്രൈസിൽ വെച്ചിട്ട് നോക്കുമ്പോൾ അത്ര വേർതി ആയിട്ടും തോന്നിയില്ല. ഞാനിത് റിട്ടേൺ അടിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡെസ്ക് മേക്ക് ഓവർ പ്ലസ് ക്രാഫ്റ്റ് ആക്സസറി പർച്ചേസിംഗ് ഹോൾ വീഡിയോ പാർട്ട് 1 ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് നോക്കിയും അതുപോലെ ക്വാളിറ്റി നോക്കിയാണ് ഞാനിത് കുറെ പ്രോഡക്ട്സ് വാങ്ങിച്ചതും അതിന്റെ റിവ്യൂ നിങ്ങൾക്കായിട്ട് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ്, നമ്മുടെ ഈ ഒരു കാർട്ടൂൺ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേഷനറി സെറ്റ് ഞാൻ തിരിച്ച് പാക്ക് ചെയ്ത് റിട്ടേൺ അയച്ച കൂട്ടത്തിലെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന് എനിക്ക് അന്ന് ആയിട്ടുണ്ടായിരുന്നത് 347 രൂപ ഗൈസ്. നിങ്ങൾ പറഞ്ഞ ഇത് കണ്ടിട്ട് അതിന് മാത്രം മുഖത്തിനസ് ഒക്കെ തോന്നുന്നുണ്ടോ? ഒരു 347 രൂപയ്ക്ക് മാത്രം വിലമതിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ട്? അപ്പൊ ഏതായാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ചയച്ച ഒരു പ്രോഡക്റ്റ് ആണ്. അത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്ക് ആ പാക്കേജിംഗിൽ എഴുതിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. പ്രിസിഷൻ നൈഫാണ്. അപ്പൊ 6 ബ്ലേഡ് അടങ്ങുന്ന ഒരു നല്ല അടിപൊളി പ്രിസിഷൻ നൈഫാണ്. അതിന്റെ പാക്കേജിംഗ് ഒക്കെ വലിയ സുഖമൊന്നുമില്ല, പക്ഷെ എന്നാലും അതിന്റെ ക്വാളിറ്റി അടിപൊളിയായിരുന്നു കേട്ടോ. കട്ട് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഒരു ഡപ്പയ്ക്കകത്ത് ബാക്കി 5 ബ്ലേഡും ഉണ്ടായിരുന്നു. ഒരു ബ്ലേഡ് ഓൾറെഡി അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് റിമൂവബിളും ആണ് കേട്ടോ. അപ്പം നമുക്ക് അഥവാ ബ്ലേഡ് ഒടിഞ്ഞു പോവുകയോ മൂർച്ച കുറയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ബ്ലേഡ്സ് ഇതിൽ അടുപ്പിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. അതിന് ഹാൻഡിൽ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോകാതെ നല്ല ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. 112 രൂപയ്ക്കാണ് 4.2 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ പ്രിസിഷൻ നൈഫ് ഞാൻ മേടിച്ചത്. നമ്മുടെ 4th പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 5 സൈസിലെ ഡാബറിന്റെ സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഡാബർ എന്ന് പറയുന്ന സാധനം പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. നമ്മുടെ കൈയൊന്നും അത്ര മെസ്സി ആവാതെ ഫുള്ള് പെയിന്റ് കവർ ചെയ്തെടുക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പല സൈസിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ വെറുതെ ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു സ്പോഞ്ച് കൊണ്ട് ഇതിനെ റീപ്ലേസ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നീ ബിഗിനർ അല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന്. മെസ്സി ഹാൻഡ്സ് ആവുന്നത് കൊണ്ട് തന്നെ ക്രാഫ്റ്റ് ചെയ്യാതിരിക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തികളിൽ പെടുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് തന്നെ. 4.2 റേറ്റിംഗ് ഉള്ള ഡാബറിന് എനിക്ക് ആയ പ്രൈസ് 93 രൂപയാണ് കേട്ടോ. നമ്മൾ 5ാമത് അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 15 പീസസ് അടങ്ങുന്ന അക്രിലിക് പെയിന്റിംഗ് ബ്രഷ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒന്നും നോക്കാതെ മേടിച്ചൊരു പ്രോഡക്റ്റ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ. നെയിൽ ആർട്ടിന് മാത്രമല്ല, നമുക്ക് സ്മോൾ ഡീറ്റെയിലിംഗ്സ് ഉള്ള ഏതുതരം പെയിന്റിങ്ങിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെയിന്റ് ബ്രഷ് സെറ്റ് തന്നെയാണ്. 98 രൂപയാണ് എനിക്ക് അന്ന് ഈ പെയിന്റ് ബ്രഷിനായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അത് 96 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊരു വൈറ്റ് കളർ ബ്രഷ് ആയിരിക്കും എന്ന പ്രതീക്ഷയോടെയാണ് വാങ്ങിയത്. പക്ഷെ ഞാൻ ഡിസ്ക്രിപ്ഷനോ ഇമേജസോ ഒന്നും നോക്കിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് പിങ്ക് കളറാണെന്ന് മനസ്സിലായത്. എനിവേസ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. കളർ മാത്രം ഇങ്ങനെയാന്നേ ഉള്ളൂ. ബ്രഷിനൊന്നും ഒരു കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സോട് കൂടിയാണ് കേട്ടോ ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സെക്യൂർ ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ ഒരു ബ്രഷിന്റെ
പീസസ് എന്ന് പറയാം. ഓൾമോസ്റ്റ് ഞാൻ ഈ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും മമ്മിയുടെ കയ്യിലുള്ളത് തന്നെയാണ്. പക്ഷെ എപ്പോഴും മമ്മിയെ ശല്യം ചെയ്യാനുള്ള ഒരു മടി കൊണ്ടും അതുപോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വാങ്ങിച്ച് എന്റെ കയ്യിൽ വെക്കണം എന്നുള്ളൊരു ഇത് തോന്നിയത് കൊണ്ടാണ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചതും ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ 6ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വാഷി ടേപ്പിന്റെ സെറ്റ് ആണ്. പക്ഷെ ഇത് റാൻഡംലി ആയിട്ട് അവര് നമുക്ക് ചൂസ് ചെയ്ത് അയച്ചു തരുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊന്നും കിട്ടത്തൊന്നുമില്ല. അപ്പൊ ഇത് എനിക്ക് അത്ര വർത്തി ആയിട്ട് തോന്നിയില്ല. കാരണം നമുക്ക് ആവശ്യമുള്ളത് കിട്ടാതെ അവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അയച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതൊരു ആനിമൽ സെറ്റിന്റെ വാഷി ടേപ്പ് ആയിരുന്നു. സംഭവം ക്വാളിറ്റി ഒക്കെ നല്ലതായിരുന്നു എങ്കിലും എനിക്ക് താല്പര്യമുള്ള ഡിസൈൻസിലുള്ള വാഷി ടേപ്പ് കിട്ടാത്തത് കൊണ്ട് തന്നെ റിട്ടേൺ ചെയ്ത പ്രോഡക്ട്സിലെ മറ്റൊന്ന് ഈ ഒരു വാഷി ടേപ്പ് സെറ്റ് ആയിരുന്നു. 10 വാഷി ടേപ്പ് അടങ്ങുന്ന ഈ ഒരു സെറ്റിന് എനിക്ക് അന്നായത് 120 രൂപയാണ് കേട്ടോ. അപ്പൊ ഏതെങ്കിലുമൊക്കെ വാഷി ടേപ്പ് മതിയെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു വാഷി ടേപ്പ് വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരുന്നു. ഏതായാലും ഞാൻ എല്ലാത്തിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 7ാമത് അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് വല്ല സ്റ്റോറി ബുക്കാണോ എന്നൊക്കെ. പക്ഷെ അതൊന്നുമല്ല സംഭവം. ഇത് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ജേർണലിങ്ങിനും ക്രാഫ്റ്റിനും ഒക്കെ ആവശ്യമായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ്. നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 8 ഷീറ്റ്സ് സ്റ്റിക്കേഴ്സിന്റെ ഇതാണ് കിട്ടിയിട്ടുള്ളത്. 480 പരം സ്റ്റിക്കേഴ്സ് ഇതിന്റെ അകത്ത് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ അറിയുന്നവർക്കും തുടക്കക്കാർക്കും ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ കോംബോ തന്നെയാണിത്. ഇതിന് എനിക്ക് ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 139 രൂപയാണ് കേട്ടോ. ഏതായാലും ജേർണലിങ്ങിന് ഏതാണ്ടൊക്കെയോ സാധനങ്ങൾ വേണം. എന്തൊക്കെ വേണമെന്നൊന്നും എനിക്കറിയില്ല. ഞാനും നിങ്ങളെ പോലെ തുടക്കക്കാരി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മേടിച്ചൊരു സ്റ്റിക്കർ കോംബോയാണിത്. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. 8ാമത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 36 പീസസ് അടങ്ങുന്ന 3 പാക്കറ്റിലുള്ള ഫോം ക്ലേ ആണ് കേട്ടോ. ഫോം ക്ലേ അല്ലെങ്കിൽ എയർ ഡ്രൈ ക്ലേ എന്നൊക്കെ പറയും. അപ്പോ അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു ക്ലേയുടെ കൂടെ തന്നെ അതിൽ യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രുമെന്റ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ക്ലേയുടെ സെറ്റിന് എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് 112 രൂപയാണ് കേട്ടോ. നമ്മുടെ 9ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് കുറെ നാൾ ഞാൻ വിഷ് ലിസ്റ്റ് ചെയ്തിട്ടിട്ട് ഭയങ്കര ആഗ്രഹത്തോടു കൂടി വാങ്ങിച്ച ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ അതിന് അതിൻ്റെതായ എക്സ്പെക്ടേഷൻസും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പാളിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ സിസേഴ്സ് ആണ്. പല പാറ്റേൺസിൽ കട്ട് ചെയ്ത് നമുക്ക് പേപ്പേഴ്സ് ആയാലും കാർഡ്ബോർഡ് ആയാലും ഒക്കെ പല പാറ്റേൺസിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സിസേഴ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ സിസർ ഇച്ചിരി ടൈറ്റ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തത് ഭയങ്കര ടൈറ്റ് ആയിട്ട് പൊട്ടി വരികയാണ് ഉണ്ടായത്. വലിയ ക്വാളിറ്റി ഉള്ള സംഭവമാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ എല്ലാ സിസേഴ്സും എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഉണ്ടായത്. പാറ്റേൺസ് ഒക്കെ ഡിഫറെന്റ് ആണോന്നും അതുപോലെ ഇതുപോലെ പൊട്ടി വരുന്നുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. പാക്കറ്റ് പൊട്ടിച്ച് തുടക്കം തന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എക്സ്പെക്ടേഷൻ ഹേർട്സ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ. അത് മാത്രമല്ല ഞാനിത് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് ഓൾറെഡി അതിന്റെ റിട്ടേൺ ഡേറ്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരതിൽ പറയുന്നുണ്ട് ഒട്ടും ജാം ആവത്തില്ല എന്ന്. പക്ഷെ നല്ലതുപോലെ ജാം ആവുന്നുണ്ട്. ക്വാളിറ്റി അത്ര നല്ലതായിരുന്നില്ല. വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് റേറ്റിംഗ് കൊടുത്തത് 1 സ്റ്റാർ ആണ് കേട്ടോ. ഇത് മേടിച്ച് എനിക്ക് നഷ്ടമായത് 186 രൂപയാണ്. പിന്നെ ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഗ്ലൂ ഗണ്ണൊന്നും ഇല്ലാത്തവർക്കും അത്യാവശ്യം നല്ല ഗ്ലൂ തേടി നടക്കുന്നവർക്കും പറ്റിയ ഒരു ഐറ്റം ആണ്. ഇത് ഞാൻ മമ്മി യൂസ് ചെയ്യുന്ന കണ്ടതുകൊണ്ട് വാങ്ങിച്ചൊരു ഗ്ലൂ ആണ്. 96 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച B7000 എന്ന് പറയുന്ന ഗ്ലൂ ഈ സെല്ലറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഒറിജിനൽ ആണോ ഇതെങ്ങനെയാണ് ഒട്ടുന്നതെന്ന് എനിക്കറിയില്ല. അത് ഇനി മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോയിൽ ചെയ്ത് ഞാൻ കാണിക്കാം. ഞാൻ ഈ മേടിച്ച പ്രോഡക്ട്സിന്റെ കൂട്ടത്തിൽ മികച്ച റേറ്റിംഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ക്യാഷ് ബാക്ക് തരുന്ന പ്രോഡക്ട്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈനിൽ അസാധ്യമായിട്ടുള്ള കാര്യം കൂടിയാണ്. മേടിച്ചതിൽ ഇത്ര ഐറ്റം മാത്രമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചത്. ബാക്കിയെല്ലാം റിട്ടേൺ ചെയ്യാനുണ്ടായത്. നമ്മുടെ അപ്കമിംഗ് വീഡിയോ ആയ ഡെസ്ക് മേക്ക് ഓവർ പ്ലസ് ക്രാഫ്റ്റ് ആക്സസറി പാർട്ട് 2 വീഡിയോയുടെ ടീസർ ലൈക്ക് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഐറ്റംസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2 അപ്കമിംഗ് വീഡിയോ. അപ്പൊ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ പ്ലസ് ക്രാഫ്റ്റ് ആക്സസറി പർച്ചേസിംഗ് പാർട്ട് 1 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ മൈ വീഡിയോ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ ചാനൽ. See you with another video. Till then, bye bye.